നമസ്കാരം. ആഴ്ചവട്ടത്തിലേക്ക് എല്ലാ CCTV പ്രേക്ഷകർക്കും സ്വാഗതം. ഗുരുവായൂർ ഉത്സവം ഹയർ സെക്കൻഡറി പരീക്ഷ തുടർക്കഥയാകുന്ന അപകടം, ഇരുവൃക്കകളുടെയും പ്രവർത്തനം നിലച്ച രഗേഷിന്റെ ദയനീയ സ്ഥിതി, ആധുനിക നിലവാരത്തിൽ ഉയരുന്ന റോഡുകൾ തുടങ്ങിയ ഒരു പിടി വാർത്തകളാണ് ആഴ്ചവട്ടം ഈ വാരം ചർച്ച ചെയ്യുന്നത്. എല്ലാ CCTV പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ആഴ്ചവട്ടത്തിലേക്ക് സ്വാഗതം. 10 ദിവസം ഗുരുപവനപുരിയെ ഭക്തിയിൽ ആറാടിച്ച ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് കൊടിയിറങ്ങി. ആറാട്ടിന് ശേഷം ശനിയാഴ്ച പുലർച്ചെയാണ് കൊടിയിറക്കിയത്. ആ പുണ്യ കാഴ്ചകളിലേക്ക്. പള്ളിവേട്ട കഴിഞ്ഞ ക്ഷീണിതനായി ഉറങ്ങിയ ഭഗവാനെ പള്ളി ഉണർത്തിയതോടെയായിരുന്നു ആറാട്ട് ദിവസത്തെ ചടങ്ങുകൾ ആരംഭിച്ചത്. പള്ളി ഉണർന്ന ഭഗവാനെ നീരാട്ടിനു ശേഷം ശ്രീലകത്തേക്ക് എഴുന്നള്ളിച്ചു. വൈകിട്ട് ഭഗവാന്റെ പഞ്ചലോഹത്തിടമ്പിലേക്ക് ചൈതന്യം ആവാഹിച്ച് എഴുന്നള്ളിച്ച് കൊടിമരത്തിനു സമീപം സ്വർണ്ണ പഴുക്കാമണ്ഡപത്തിൽ ദീപാരാധന നടത്തി. ദീപാരാധനയ്ക്ക് ശേഷം ഭഗവാൻ യാത്രാബലിക്കായി പുറപ്പെട്ടു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തങ്കത്തിടമ്പും സ്വർണ്ണക്കോലവും കൊമ്പൻ നന്ദന്റെ പുറത്ത് എഴുന്നള്ളിച്ചു. തന്ത്രി ചേനാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് യാത്രാബലിക്ക് ഹാവിസ് തൂവി. 5 ആനകളുമായി എഴുന്നള്ളിയ ഭഗവാന് മുന്നിൽ വാളും പരിചയമേന്തിയ കൃഷ്ണനാട്ടം കലാകാരന്മാർ ഉടുത്തുകെട്ടി ചുവടുവെച്ചു. ചോറ്റാനിക്കര വിജയന്മാരാരുടെ നേതൃത്വത്തിൽ 100ഓളം കലാകാരന്മാർ അണിനിരുന്ന പഞ്ചവാദ്യം അകമ്പടിയായി. ബ്രാഹ്മണ സമൂഹത്തിന്റെ ഭജനയും ഉണ്ടായിരുന്നു. ഭഗവാന്റെ എഴുന്നള്ളിപ്പിനെ ഭക്തർ നിറപറയും നിലവിളക്കും വെച്ച് സ്വീകരിച്ചു. എഴുന്നള്ളിപ്പ് വടക്കേനടയിൽ എത്തിയതോടെ പഞ്ചവാദ്യം അവസാനിച്ച് പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ മേളം ആരംഭിച്ചു. തുടർന്ന് അത്താണിക്ക് സമീപം സങ്കട നിവൃത്തി ചടങ്ങ് നടത്തിയ ശേഷം ഭഗവാൻ ഭഗവതിക്കെട്ടിലൂടെ ആറാട്ടുകടവിലെത്തി. ആറാട്ടുകടവിൽ മഞ്ഞൾപ്പൊടി, ഇളനീർ എന്നിവ കൊണ്ട് അഭിഷേകം ചെയ്തു. തുടർന്ന് പുണ്യനദികളെ രുദ്രതീർത്ഥത്തിലേക്ക് ആവാഹിച്ച് തന്ത്രി, ഓദിക്കന്മാർ, കീഴ്ശാന്തിക്കാർ എന്നിവർ ഭഗവാനൊപ്പം സ്നാനം ചെയ്തു. ഇതോടെ കാത്തുനിന്നിരുന്ന ഭക്തർ ഭഗവാൻ ആറാടിയ കുളത്തിലേക്ക് എടുത്തു ചാടി ആറാട്ട് കുളിച്ചു. ആറാട്ടിനു ശേഷം ഭഗവതിക്കെട്ടിലെ വാതിൽമാടത്തിൽ ഉച്ചപൂജയ്ക്ക് ശേഷം ഭഗവാൻ കൊമ്പൻ ഗോപികണ്ണന്റെ പുറത്ത് 11 ഓട്ടപ്രദക്ഷിണം നടത്തി. ആർപ്പുവിളികളുമായി ഭക്തർ അനുഗമിച്ചു. തുടർന്ന് തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയിറക്കിയതോടെ ഉത്സവത്തിന് സമാപനമായി. CCTV ന്യൂസ്, ഗുരുവായൂർ. രുദ്രതീർത്ഥക്കുളത്തിൽ ഗുരുവായൂരപ്പൻ ആറാടി. ദേവചൈതന്യം ഏറ്റുവാങ്ങിയ തീർത്ഥത്തിൽ ആറാട്ട് കുളിച്ച് ആയിരങ്ങൾ പ്രാർത്ഥിച്ചു. ആറാട്ട് കഴിഞ്ഞ് 11 ഓട്ടപ്രദക്ഷിണത്തിന് ശേഷം 10 ദിവസത്തെ ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് കൊടിയിറങ്ങി. ഇനി കാത്തിരിപ്പാണ്. അടുത്ത ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിനായുള്ള കാത്തിരിപ്പ്. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് തുടക്കമായി. 2017 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 8,53,000 വിദ്യാർത്ഥികളാണ് ഈ വർഷം ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതുന്നത്. കേരളത്തിന് പുറമെ ഗൾഫിലും ലക്ഷദ്വീപ്, മാഹി എന്നിവിടങ്ങളിലും പരീക്ഷാ കേന്ദ്രങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. പ്ലസ് 1-ൽ 4,14,159 വിദ്യാർത്ഥികളും പ്ലസ് 2-വിൽ 4,41,213 പേരും പരീക്ഷാ കേന്ദ്രങ്ങളിലെത്തി. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 57,707 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. 389 കേന്ദ്രങ്ങളിലായാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷ നടക്കുന്നത്. 1ാം വർഷം 27,770 വിദ്യാർത്ഥികളും 2ാം വർഷം 29,337 വിദ്യാർത്ഥികളുമാണ് ഈ അധ്യയന വർഷം പരീക്ഷ എഴുതുക. വെള്ളിയാഴ്ച ആരംഭിച്ച പരീക്ഷ ഈ മാസം 26 വരെ 9 ദിവസങ്ങളിലായാണ് നടക്കുന്നത്. പ്ലസ് 1 വിദ്യാർത്ഥികൾക്ക് ആദ്യ ദിനത്തിൽ മലയാളം ഭാഷാ വിഷയത്തിലായിരുന്നു പരീക്ഷ നടന്നത്. പരീക്ഷ പൊതുവെ എളുപ്പമായിരുന്നുവെന്നും പരീക്ഷയ്ക്ക് വരുമെന്ന് പ്രതീക്ഷിച്ച ചോദ്യങ്ങളാണ് കൂടുതലായും വന്നതെന്നും കേച്ചേരി അല്ലമീൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ കേന്ദ്രത്തിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ പറഞ്ഞു. പരീക്ഷ നല്ല എളുപ്പമുണ്ടായിരുന്നു. ഞങ്ങള് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു ഫസ്റ്റ് എക്സാം ആയതുകൊണ്ട്. പിന്നെ ആദ്യത്തെ എക്സാം എളുപ്പമായതുകൊണ്ട് ഇനി എടുത്തത് എളുപ്പമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളിപ്പോ ഇനി കാത്തിരിക്കുന്നത്. പഠിച്ച പോലൊക്കെ ആൻസർ വന്നിട്ടുണ്ട്. നല്ല വിജയം പ്രതീക്ഷിക്കുന്നു. നന്നായി എഴുതാൻ പറ്റും. ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിച്ച ചോദ്യങ്ങൾ തന്നെയാണ്. പ്ലസ് 2 വിദ്യാർത്ഥികൾക്ക് ആദ്യ ദിനത്തിൽ രസതന്ത്രം പരീക്ഷയാണ് നടന്നത്. വിഷയം കടുപ്പമുള്ളതാണെങ്കിലും പരീക്ഷ എളുപ്പമായിരുന്നുവെന്നാണ് വിദ്യാർത്ഥികളുടെ പക്ഷം. മികച്ച വിജയം നേടാനാകുമെന്ന പ്രതീക്ഷയും കുട്ടികൾ പങ്കുവച്ചു. അടുത്ത പരീക്ഷ ചൊവ്വാഴ്ചയാണ്. പ്ലസ് 1 വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷും പ്ലസ് 2 വിദ്യാർത്ഥികൾക്ക് ഹോം സയൻസ്, ഫിലോസഫി തുടങ്ങിയ വിഷയങ്ങളിലുമാണ് പരീക്ഷ. തുടർ ദിവസങ്ങളിൽ പ്ലസ് 1 വിഭാഗത്തിലുള്ളവർക്ക് കെമിസ്ട്രി, ഹിസ്റ്ററി, ഗണിതശാസ്ത്രം, ഇക്കണോമിക്സ്, ജിയോഗ്രഫി, കമ്പ്യൂട്ടർ സയൻസ്, ബയോളജി തുടങ്ങിയ വിഷയങ്ങളിലായിരിക്കും പരീക്ഷ നടക്കുക. പ്ലസ് 2 വിഭാഗക്കാർക്ക് കമ്പ്യൂട്ടർ സയൻസ്, ഗണിതശാസ്ത്രം, കെമിസ്ട്രി, അക്കൗണ്ടൻസി, ബയോളജി, ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് IT, ഇക്കണോമിക്സ് തുടങ്ങിയ വിഷയങ്ങളിലും പരീക്ഷകൾ നടക്കും.
രാവിലെ 9:30 മുതൽ 12:15 വരെയാണ് സാധാരണ വിഷയങ്ങളുടെ പരീക്ഷാ സമയമെങ്കിൽ ശാസ്ത്ര വിഷയങ്ങളുടെ പരീക്ഷാ സമയം 2 മണിക്കൂറാണ്. മാർച്ച് 26-ന് പരീക്ഷകൾക്ക് സമാപ്തിയാകുന്നതോടെ ഒരു അധ്യയന വർഷത്തിനു കൂടി തിരശ്ശീല വീഴും. മാർച്ച് 26-ന് പരീക്ഷകൾക്ക് സമാപ്തിയാകുന്നതോടെ ഒരു അധ്യയന വർഷത്തിനു കൂടി തിരശ്ശീല വീഴും. കുറ്റമറ്റ രീതിയിൽ പരീക്ഷ നടത്തിപ്പ് ഒരുക്കിയ അധികൃതർക്കും ആശ്വസിക്കാം. കഠിനാധ്വാനം നടത്തിയ വിദ്യാർത്ഥികൾക്ക് മികച്ച വിജയമുണ്ടാകട്ടെ. അപകടങ്ങൾ പതിവാകുമ്പോഴും സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം നിർബാധം തുടരുന്നു. തൃശൂർ കുന്നംകുളം റൂട്ടിലാണ് മനുഷ്യജീവന് ഭീഷണിയുയർത്തിയുള്ള സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം നിത്യസംഭവമാകുന്നത്. ഇതിനൊരു അറുതി വരുത്തേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. പോകാം വിശദാംശത്തിലേക്ക്. സംസ്ഥാനത്ത് ഏറ്റവും തിരക്കേറിയ പാതയാണ് തൃശൂർ കുന്നംകുളം റോഡ്. ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയിലൂടെയാണ് ബസ്സുകളുടെ അമിത വേഗതയിലുള്ള ചീറിപ്പായൽ. ഏറ്റവും തിരക്കേറിയ പാതയാണെങ്കിലും റോഡിന്റെ പല ഭാഗങ്ങളും വീതി കുറഞ്ഞ അവസ്ഥയിലുമാണ്. ഈ സാഹചര്യമാണ് അടിക്കടിയുള്ള അപകടങ്ങൾക്ക് കാരണമാകുന്നതെന്ന് പറയുമ്പോഴും അമിത വേഗത തന്നെയാണ് പ്രധാന വില്ലനായി മാറുന്നത് എന്നാണ് അനുഭവം. 2 ആഴ്ച മുൻപാണ് ചൂണ്ടൽ പാലത്തിലേക്ക് സ്വകാര്യ ബസ് ഇടിച്ചു കയറിയുള്ള അപകടം നടന്നത്. ദീർഘദൂര ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് ഇല്ലാതിരുന്നിട്ടും അമിത വേഗതയിലായിരുന്നതിനെ തുടർന്ന് നിയന്ത്രണം വിട്ടാണ് അപകടം സംഭവിച്ചത് എന്നാണ് ദൃക്സാക്ഷികളുടെ മൊഴിയിൽ വ്യക്തമാകുന്നത്. ഏകദേശം 40-ലേറെ പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. പലപ്പോഴും സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗതയിലുള്ള വരവ് കണ്ട് കാറും ഇരുചക്ര വാഹനങ്ങളും ഉൾപ്പെടെയുള്ളവ വഴിയോരത്ത് ഒതുക്കി കൊടുക്കേണ്ടി വരുന്നതുകൊണ്ടാണ് യാത്രികരുടെ ജീവൻ തിരിച്ചു കിട്ടുന്നത്. സർവീസ് നടത്തുന്ന ബസ്സുകളിൽ ചിലതെങ്കിലും മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെന്നതാണ് സത്യം. സ്പീഡ് ഗവർണർ വിച്ഛേദിച്ചും മൊട്ടയായ ടയർ ഘടിപ്പിച്ചും പുകപരിശോധന സംവിധാനങ്ങൾ നടത്താതെയുമാണ് ചില ബസ്സുകൾ സർവീസ് നടത്തുന്നതെന്ന ആക്ഷേപം പല കോണിൽ നിന്നും ഇതിനകം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം പരിശോധിക്കേണ്ട മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തുനിന്ന് കാര്യമായ നടപടികൾ ഉണ്ടാകുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം. അപകടങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രം പരിശോധന എന്ന പ്രഹസനം നടത്തുന്ന വകുപ്പ് അധികൃതരും തെരുവിൽ പൊലിയുന്ന ജീവനുകൾക്ക് ഉത്തരവാദികളാണ്. ഒപ്പം റോഡ് വികസനം യാഥാർത്ഥ്യമാകുന്നതിൽ അലംഭാവം കാണിക്കുന്ന പൊതുമരാമത്ത് വകുപ്പും ഈ പാതയിൽ നടക്കുന്ന അപകടങ്ങളിൽ കൂട്ടുപ്രതികളാണ്. വാഹനങ്ങളുടെ അമിത വേഗതയ്ക്കൊപ്പം തന്നെ ഡ്രൈവർമാരുടെ ലഹരി ഉപയോഗവും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. മദ്യവും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും സ്ഥിരമായി ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരും കുറവല്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ കുന്നംകുളം പോലീസ് നടത്തിയ പരിശോധനയിൽ മദ്യലഹരിയിൽ വാഹനം ഓടിച്ച ഡ്രൈവർമാരെ പിടികൂടിയിരുന്നു. സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗതയും ഡ്രൈവർമാരുടെ ലഹരി ഉപയോഗവും മൂലം ഇനിയും ഒരു മനുഷ്യജീവൻ അപകടത്തിൽപ്പെടാതിരിക്കാൻ അധികാരികൾ ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. വികസനങ്ങൾ ജനോപകാരപ്രദമായിരിക്കണം. ഉദ്ദേശം പോലും മറന്നുപോകുന്ന തരത്തിലുള്ള നിർമ്മാണ പ്രവൃത്തിയുടെ പരിണതഫലം പേറുന്നത് പാവം പൊതുജനമാണ്. നിലവിലെ സ്ഥിതി തുടർന്നാൽ ഇനിയും അപകടങ്ങൾ തുടർക്കഥയാകുമെന്നത് തീർച്ചയാണ്. അതിനാൽ എത്രയും വേഗം ഈയൊരു വിഷയത്തിൽ ബന്ധപ്പെട്ട അധികൃതർ പ്രശ്ന പരിഹാരം കണ്ടെത്തി പ്രാവർത്തികമാക്കണമെന്നാണ് ആഴ്ചവട്ടത്തിനും പറയാനുള്ളത്. ഇരുവൃക്കകളുടെയും പ്രവർത്തനം നിലച്ച യുവാവ് ശസ്ത്രക്രിയയ്ക്കും ചികിത്സയ്ക്കുമായി കാരുണ്യമതികളുടെ കനിവിനായി കാത്തിരിക്കുന്നു. വേലൂർ പഞ്ചായത്തിലെ 7-ാം വാർഡിൽ ഉൾപ്പെട്ട പാപ്പാനഗറിൽ പുളിക്കൽ രഗേഷാണ് വൃക്കകളുടെ പ്രവർത്തനം നിലച്ച് ചികിത്സാ സഹായം തേടുന്നത്. പോകാം നേർക്കാഴ്ചയിലേക്ക്. 2022 ഡിപ്ലോമ പഠനത്തിനിടെയാണ് രഗേഷിന്റെ കിഡ്നികളുടെ പ്രവർത്തനം താളം തെറ്റിയത്. ഇരു കണ്ണുകളിലും നീര് വന്ന് വീർത്തതോടെയാണ് രോഗം ശരീരത്തിൽ പിടിമുറുക്കിയ വിവരം രഗേഷും കുടുംബവും അറിയുന്നത്. തുടർന്ന് കാലുകളിലേക്കും നീര് വ്യാപിക്കുകയായിരുന്നു. പരിശോധനകൾക്കൊടുവിൽ ഇരുവൃക്കകളുടെയും പ്രവർത്തനം നിലച്ചതായി വ്യക്തമാവുകയായിരുന്നു. ആരോഗ്യദൃഢഗാത്രനായിരുന്ന യുവാവിന്റെ വൃക്കകളുടെ പ്രവർത്തനം താളം തെറ്റിയതിനെ തുടർന്ന് അമ്മൂമ്മയും മാതാവും സഹോദരനും സഹോദരഭാര്യയും കുഞ്ഞും അടങ്ങുന്ന കുടുംബം രഗേഷിന്റെ ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്താനായി നെട്ടോട്ടത്തിലായി. പിതാവ് മുൻപേ മരിച്ച രഗേഷിന്റെ കുടുംബത്തിന്റെ ഏക വരുമാനം ഫൈബറിന്റെ ജോലി ചെയ്ത് ജ്യേഷ്ഠൻ രശ്മോന് ലഭിക്കുന്ന തുച്ഛമായ തുകയാണ്. ഒരാഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്താണ് രഗേഷിന്റെ ജീവൻ നിലനിർത്തിപ്പോരുന്നത്. കുടുംബത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും നാട്ടുകാരുടെയും ഉദാരമതികളുടെയും സഹായത്താലാണ് തൃശൂർ ജില്ലാ ആശുപത്രിയിൽ ഡയാലിസിസ് നടത്തുന്നത്. രഗേഷിനെ ഡയാലിസിസിന് കൊണ്ടുപോകുന്ന ദിവസം ചേട്ടൻ രശ്മോന് ജോലിക്ക് പോകാൻ കഴിയാത്തതിനാൽ ആഴ്ചയിൽ 1-2 ദിവസം മാത്രമാണ് തൊഴിൽ ചെയ്യാനാകുന്നത്. അടിയന്തരമായി വൃക്കകൾ മാറ്റിവെക്കേണ്ട സാഹചര്യമായതിനാൽ മാർച്ച് 20-ന് രാജഗിരി ആശുപത്രിയിൽ ശസ്ത്രക്രിയ നടത്തുന്നതിന് നിർദ്ദേശിച്ചിരിക്കുകയാണ് ഡോക്ടർമാർ. വൃക്ക നൽകാൻ അടുത്ത ബന്ധു തയ്യാറായിട്ടുണ്ടെങ്കിലും ശസ്ത്രക്രിയയ്ക്കും ചികിത്സയ്ക്കും ആവശ്യമായ 40 ലക്ഷത്തോളം രൂപ കണ്ടെത്താനാകാതെ കുഴങ്ങുകയാണ് ഈ കുടുംബം. നിത്യച്ചെലവിനുള്ള പണത്തിന് പോലും മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടേണ്ട സ്ഥിതിയിൽ നിൽക്കുന്ന മാതാവ് മല്ലികയും സഹോദരൻ രശ്മോനുമടങ്ങുന്ന കുടുംബത്തിന്
ഇത്രയും വലിയ തുക സ്വപ്നം കാണാൻ പോലും ആകാത്തതാണ്. പൊന്നുപോലെ വളർത്തിയ ജീവിത സായാഹ്നത്തിൽ തനിക്ക് താങ്ങും തണലുമാകേണ്ട പൊന്നുമകന്റെ ജീവൻ രക്ഷിക്കാൻ മനസ്സിൽ കാരുണ്യം പറ്റാത്ത മനുഷ്യസ്നേഹികളുടെ സഹായത്തിനായി കേഴുകയാണ് മാതാവ് മല്ലിക. ജീവൻ നിങ്ങളുടെ കയ്യിലാണ്, എന്നെ സഹായിക്കണം. എൻ്റെ മോൻ 20-ാം തീയതി, ഈ വർഷം മാസം 20-ാം തീയതിയാണ് ഡേറ്റ് കിട്ടിയെങ്കിൽ 2 കിഡ്നി നഷ്ടപ്പെട്ട മോനാണ് ഈ കിടക്കുന്നത്. നിങ്ങളെല്ലാവരും എൻ്റെ മോന് വേണ്ടി സഹായിക്കണം. എൻ്റെ മോൻ്റെ ജീവൻ നിങ്ങളുടെ കയ്യിലാണ്. എല്ലാവരും എൻ്റെ മോനെ രക്ഷിക്കണം, സഹായിക്കണം. ചികിത്സാ സഹായം അയക്കുന്നതിനായി സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ വേലൂർ ശാഖയിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ അമ്മയുടെ കണ്ണീരിന് അറുതി വരുത്താൻ കേവലം 23 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ മനസ്സിൽ നന്മയുടെ ഉറവ പറ്റാത്ത മനുഷ്യസ്നേഹികളുടെ സഹായമല്ലാതെ ഈ കുടുംബത്തിനു മുന്നിൽ മറ്റൊന്നും തന്നെയില്ല. CCTV ന്യൂസ്, കേച്ചേരി. ജീവിതത്തിൽ ഒട്ടനവധി തവണ കയ്പുനീർ നുണഞ്ഞ ഈ കുടുംബത്തിന് ധനസഹായ സഹകരണങ്ങൾ തുടർന്നുള്ള യാത്രയ്ക്ക് കൂടിയേ തീരൂ. വിവിധ കൂട്ടായ്മകളും ക്ലബ്ബുകളുമടങ്ങിയ സംഘടനകൾ കൈകോർത്ത് ഇവർക്ക് ആവശ്യമായ സഹായ സഹകരണങ്ങൾ ഉറപ്പാക്കണമെന്നാണ് ആഴ്ചവട്ടത്തിനും പറയാനുള്ളത്. പഞ്ചായത്ത് അധികൃതരുടെ നിസ്സംഗതയുടെ സാക്ഷ്യപത്രമായി കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ കെട്ടിടം നിർമ്മാണം നിലച്ച് 1 പതിറ്റാണ്ട് പിന്നിട്ടുവെങ്കിലും പുനരാരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാതെ ഭരണാധികാരികൾ മുഖം തിരിക്കുന്നുവെന്ന് ആക്ഷേപം ഉയരുന്നു. 2010 മുതൽ 2015 വരെയുള്ള കാലയളവിൽ അധികാരത്തിലിരുന്ന കോൺഗ്രസ് ഭരണസമിതിയുടെ കാലഘട്ടത്തിലാണ് മറ്റം ഗ്രൗണ്ടിന് എതിർവശത്തായി പുതിയ പഞ്ചായത്ത് കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കുള്ള വഴിയോട് ചേർന്ന് നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം അന്നത്തെ സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്ന CN ബാലകൃഷ്ണൻ നിർവഹിക്കുകയും ഭരണകാലയളവിനുള്ളിൽ 3 നിലകളുള്ള കെട്ടിട നിർമ്മാണം പൂർത്തീകരിക്കുകയും തുടർന്ന് ഓഫീസിന്റെ മുൻഭാഗത്തെ പ്രവൃത്തികൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. മുൻഭാഗത്തെ കെട്ടിട നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായ ഘട്ടത്തിലാണ് 2015 തദ്ദേശ തിരഞ്ഞെടുപ്പ് നടന്നത്. തുടർന്ന് അധികാരത്തിലെത്തിയ ഭരണസമിതിയും 3.5 വർഷം പിന്നിടുന്ന നിലവിലുള്ള 2020 അധികാരമേറ്റ ഭരണസമിതിയും പഞ്ചായത്ത് കെട്ടിടത്തിന്റെ ബാക്കിയുള്ള നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നതിന് ഒരുവിധ നടപടിയും കൈക്കൊണ്ടില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം. PA മാധവൻ MLA ആയിരിക്കെ പഞ്ചായത്ത് കെട്ടിടം നിർമ്മിക്കുന്നതിന് ആദ്യഘട്ടത്തിൽ 25 ലക്ഷം രൂപയും 2ാം ഘട്ടത്തിൽ 25 ലക്ഷം രൂപയും അനുവദിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ അനുവദിച്ച തുക ഉപയോഗിച്ചാണ് മുൻഭാഗത്തെ കെട്ടിടം പൂർത്തീകരിച്ചത്. എന്നാൽ പിന്നീട് അധികാരത്തിലെത്തിയ ഭരണസമിതി നിർമ്മാണ പ്രവർത്തനത്തിനുള്ള തുടർ നടപടികൾക്ക് മുൻകൈ എടുക്കാതിരുന്നതോടെയാണ് 1 പതിറ്റാണ്ടിനിപ്പുറവും പഞ്ചായത്ത് കെട്ടിടം നോക്കുകുത്തിക്ക് സമാനമായ നിലയിൽ സ്ഥിതി ചെയ്യുന്നത്. പഞ്ചായത്തിലേക്ക് ദൈനംദിന ആവശ്യങ്ങൾക്കായി എത്തുന്നവർ പടിക്കെട്ടുകൾ കയറി ഓഫീസിലെത്തി കാര്യങ്ങൾ നടത്തിപ്പോകേണ്ട സാഹചര്യമാണുള്ളതെന്ന് കോൺഗ്രസ് അംഗം അഡ്വക്കേറ്റ് PV നിവാസ് പറഞ്ഞു. പഞ്ചായത്തിൻ്റെ ഒരു കെട്ടിടം പണിത് ഒരു 90% പണി കഴിച്ചിട്ട് 10 വർഷക്കാലമായി. അതിനിടയിൽ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ ഇത് കഴിഞ്ഞു, 2ാമത്തെ ഗ്രാമപഞ്ചായത്തിൻ്റെയും കാലഘട്ടം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതുവരെ അതിനെ പറ്റിയിട്ട് ഒന്ന് ചിന്തിക്കുകയോ നോക്കുകയോ പുനരുദ്ധിക്കും. ഈ പഞ്ചായത്തിലെ വയസ്സായ പ്രായമായ ആൾക്കാർ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് വരുന്നത്. എത്തിപ്പിടിച്ചിട്ട് പലരും താഴ്ത്ത് വന്നിട്ട് കരയാറ പതിവ്. ആരെങ്കിലും ഉദ്യോഗസ്ഥന്മാർ താഴത്തേക്ക് ഇറങ്ങി വന്നിട്ട് അവരെ കണ്ട് എന്തെങ്കിലും ബോധ്യപ്പെടുത്തുന്നത്. ഈ പഞ്ചായത്ത് കെട്ടിടം ഇതേപോലെ പണിതിട്ടിട്ട് അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ശ്രദ്ധ ചെലുത്താത്ത ഭരണസമിതിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇതിൽ ജനങ്ങൾക്കും ഞങ്ങൾക്കും എല്ലാവർക്കും വളരെയധികം പ്രതിഷേധമുള്ളതാണ്. ജനങ്ങൾ ഏറെ ബുദ്ധിമുട്ടിയാണ് ഓഫീസിലേക്ക് കയറി വരുന്നത്. ജനങ്ങളെ ദ്രോഹിക്കുന്ന നിലപാടിൽ വ്യാപക പ്രതിഷേധമുണ്ടെന്നും നിവാസ് പറഞ്ഞു. 1ാം ഘട്ടത്തിൽ പൂർത്തീകരിച്ച കെട്ടിടത്തിൽ മൃഗാശുപത്രിയും കൃഷിഭവനും വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസും പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ 2ാം ഘട്ടത്തിൽ പൂർത്തീകരിച്ച കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ ആക്രിസാധനങ്ങൾ സമാഹരിച്ച് സൂക്ഷിച്ചിരിക്കുകയാണെങ്കിൽ താഴെ നിലയിൽ കൃഷി വകുപ്പിന്റെ ഗ്രോ ബാഗ് നിറയ്ക്കുന്നതിനുള്ള മണ്ണിറക്കിയും കാർഷിക യന്ത്ര സാമഗ്രികൾ പാർക്ക് ചെയ്തും പൊതുജനങ്ങൾക്ക് സബ്സിഡി നിരക്കിൽ നൽകേണ്ട തെങ്ങിൻ തൈകൾ ഉൾപ്പെടെയുള്ളവ അലക്ഷ്യമായി കൂട്ടിയിട്ടിരിക്കുകയുമാണ്. കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ബജറ്റിൽ പഞ്ചായത്ത് പരിധിയിൽ സ്റ്റേഡിയം നിർമ്മിക്കാൻ കോടികൾ വകയിരുത്തിയപ്പോൾ പഞ്ചായത്ത് കെട്ടിടത്തിന്റെ നിർമ്മാണത്തിനായി നയാ പൈസ മാറ്റിവെക്കാൻ ഭരണാധികാരികൾ തയ്യാറായിട്ടില്ല. ഇച്ഛാശക്തിയുള്ള ഭരണ നേതൃത്വം ഇല്ലാഞ്ഞതാണ് 1 പതിറ്റാണ്ടിനിപ്പുറവും പഞ്ചായത്ത് കെട്ടിടം ഇതേ നിലയിൽ തുടരുന്നതിന് പിന്നിലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം.
വികസന പ്രവൃത്തികൾ ജനോപകാരപ്രദമായിരിക്കണം. ഉദ്ദേശം പോലും മറന്നുപോകുന്ന തരത്തിലുള്ള നിർമ്മാണ പ്രവൃത്തികൾക്കുമേൽ പൊതുജനം ആക്ഷേപം ചൊരിയുന്നുവെങ്കിൽ അതിനെ കുറ്റം പറയാനാകുമോ? നിസ്സംഗ മനോഭാവം വെടിഞ്ഞ് ബന്ധപ്പെട്ടവർ വേണ്ട നടപടികൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലാത്തപക്ഷം ഇനിയും ആരോപണങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കും. ആംബുലൻസ് ഡ്രൈവർമാരെ കുഴക്കി വ്യാജ അപകട വാർത്ത. കേച്ചേരി പുഴയിലേക്ക് ബസ് വീണ് അപകടമുണ്ടായെന്ന വ്യാജ സന്ദേശത്തെ തുടർന്ന് പ്രദേശത്തേക്ക് കുതിച്ചെത്തിയ ആംബുലൻസ് പ്രവർത്തകർ വെട്ടിലായി. ഇത്തരം സംഭവങ്ങൾ കൃത്യനിർവഹണത്തിന് കോട്ടം സൃഷ്ടിക്കുമെന്നത് തീർച്ചയാണ്. വിശദാംശത്തിലേക്ക്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് അപകടം നടന്നതായുള്ള സന്ദേശം ആംബുലൻസ് പ്രവർത്തകരെ തേടിയെത്തിയത്. കുന്നംകുളം നഗരത്തിൽ സർവീസ് നടത്തുന്ന 6 സ്വകാര്യ ആംബുലൻസ് ഡ്രൈവർമാർക്കായിരുന്നു സന്ദേശമെത്തിയത്. ഒരു നിമിഷം പോലും പാഴാക്കാതെ ആംബുലൻസുകൾ അപകട സ്ഥലത്തേക്ക് പാഞ്ഞതോടെ ഏതാനും ചില ഓൺലൈൻ മാധ്യമങ്ങളും പിറകെ വെച്ചു പിടിച്ചു. എന്നാൽ സംഭവ സ്ഥലത്തേക്ക് എത്തിയപ്പോൾ പുലി കിടന്നിടത്ത് എലി പോലുമില്ല എന്നായി അവസ്ഥ. അപകടം നടന്നു എന്ന് പറയുന്ന സ്ഥലത്തെത്തിയതോടെയാണ് എവിടെ ഏത് നേരത്ത് ആപത്ത് സംഭവിച്ചാലും ഓടിയെത്തുന്ന ആംബുലൻസ് ഡ്രൈവർമാരെ കബളിപ്പിച്ചതാണെന്ന് വ്യക്തമായത്. ആരോ ബോധപൂർവം അയച്ചതാണ് വ്യാജ സന്ദേശമാണെന്നാണ് കരുതുന്നത്. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരന്റെ നമ്പറിൽ നിന്നാണ് ഫോൺ സന്ദേശം വന്നിട്ടുള്ളതെന്നാണ് ആംബുലൻസ് പ്രവർത്തകർ പറയുന്നത്. വ്യാജമായി അപകട സന്ദേശം അയച്ച് തങ്ങളെ കബളിപ്പിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ആംബുലൻസ് പ്രവർത്തകർ. നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി, ഹ്യൂമൻ ലവേഴ്സ്, ട്രാഫിക് എന്നിവയ്ക്കൊപ്പം സ്വകാര്യ ആശുപത്രിയുടെ ആംബുലൻസുമാണ് വ്യാജ സന്ദേശത്തെ തുടർന്ന് വലഞ്ഞത്. ഇത്തരത്തിൽ ആംബുലൻസ് ഡ്രൈവർമാരെ കബളിപ്പിച്ച ഈയൊരു സംഭവത്തിന്റെ നിജസ്ഥിതി പുറത്തു വരേണ്ടതുണ്ട്. ഇനിയാരും ഇതുപോലുള്ള ഉദ്യമങ്ങൾക്ക് മുതിരാത്ത വിധം മാതൃകാപരമായ ശിക്ഷയാണ് ഇതിന് പിന്നിലുള്ളവർക്ക് അഭികാമ്യം. അത് കൃത്യമായി നടപ്പാക്കണമെന്നാണ് ബന്ധപ്പെട്ടവരോട് ഞങ്ങൾക്കും പറയാനുള്ളത്. കുന്നംകുളം, വടക്കാഞ്ചേരി, മണലൂർ നിയോജക മണ്ഡലങ്ങളിൽ ഉൾപ്പെട്ട നവീകരണം പൂർത്തീകരിച്ച റോഡുകളുടെ ഉദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു. കേച്ചേരി വേലൂർ റോഡ്, വേലൂർ ചുങ്കം തയ്യൂർ കോട്ടപ്പുറം റോഡ്, പാത്രമംഗലം റോഡ് എന്നീ റോഡുകളാണ് സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിൽ ഉൾപ്പെടുത്തി ആധുനിക നിലവാരത്തിൽ നവീകരിച്ചത്. റോഡിന്റെ വർഷത്തേക്ക് ഒരു കുഴപ്പമില്ല. 5 വർഷം കൊണ്ട് 50% റോഡുകൾ, 15,000 കിലോമീറ്റർ റോഡുകൾ BMMBC ആക്കണമെന്നുള്ള ലക്ഷ്യം 3 വർഷം പൂർത്തീകരിക്കുമ്പോൾ തന്നെ സാധ്യമായി എന്നുള്ള സന്തോഷപരം നിങ്ങൾ അറിയിക്കുകയാണ്. കേരളത്തിന്റെ പശ്ചാത്തല വികസന നിലയിൽ വലിയ കുതിച്ചുചാട്ടത്തിന്റെ കാലമാണ് കടന്നുപോയത്. ആധുനിക നിലവാരത്തിൽ റോഡ്, പാലങ്ങൾ ഗതാഗത മേഖലയിൽ വലിയ മാറ്റം സൃഷ്ടിച്ചുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. AC മൊയ്തീൻ MLA അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം പത്മ വേണുഗോപാൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CA ഫൗസിയ, സ്ഥിരം സമിതി അധ്യക്ഷരായ ബിന്ദു ധർമ്മൻ, ജയകുമാർ പൂളയ്ക്കൽ, പഞ്ചായത്ത് അംഗം TK അഷ്റഫ്, PWD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K സ്മിത തുടങ്ങിയവർ പങ്കെടുത്തു. പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ S ഹരീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. 2021-22 സംസ്ഥാന ബജറ്റിൽ നിന്നും അനുവദിച്ച 4.5 കോടി രൂപ വിനിയോഗിച്ചാണ് റോഡ് യാഥാർത്ഥ്യമാക്കിയത്. വർഷങ്ങളായുള്ള ജനങ്ങളുടെ കാത്തിരിപ്പിനാണ് ഇതോടെ വിരാമമായത്. AC മൊയ്തീൻ MLAയുടെ ശ്രമഫലമായാണ് ഫണ്ട് ലഭ്യമായത്. കടവല്ലൂർ പഞ്ചായത്തിലെ പെരുമ്പിലാവ് മുതൽ തൃശൂർ ജില്ലാതിർത്തിയായ തണത്തറ പാലം വരെ 3.372 കിലോമീറ്റർ നീളത്തിലാണ് റോഡ് ആധുനിക രീതിയിൽ BMBC നിലവാരത്തിൽ നിർമ്മിച്ചത്. ദിനംപ്രതി ആയിരക്കണക്കിന് ചെറുതും വലുതുമായ വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണിത്. പാലക്കാട്, ഒറ്റപ്പാലം, ഷൊർണൂർ, പട്ടാമ്പി, കൂറ്റനാട് തുടങ്ങിയ പാലക്കാട് ജില്ലയിലെ പ്രധാന സ്ഥലങ്ങളിലേക്കും നിലമ്പൂർ, പെരിന്തൽമണ്ണ, മലപ്പുറം എന്നിവിടങ്ങളിലേക്കും ഈ റോഡ് വഴിയാണ് തൃശൂർ, കുന്നംകുളം, ഗുരുവായൂർ ഭാഗത്തു നിന്നും ബസ് സർവീസുകളുള്ളത്. കേരളത്തിലെ ജനങ്ങളെയാകെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നമുക്ക് ഒരുമിച്ച് ചേർക്കാൻ കഴിഞ്ഞ ഒരു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പറഞ്ഞ വാക്ക് പാലിക്കാൻ കഴിയുന്ന വാക്ക് മാത്രം പറയുന്ന ഒരു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇപ്പോഴുണ്ടായ പ്രതിസന്ധിയെയും അതിജീവിച്ച് മലയാളികൾക്ക് മുന്നോട്ട് പോകാനാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ പ്രവർത്തനങ്ങൾക്ക്, സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക്, കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനം ഒരു പ്രദേശത്ത് നടക്കുമ്പോൾ, നാളെ ഞങ്ങൾ കുന്നംകുളം മുനിസിപ്പാലിറ്റിയിലെ മാത്രം റോഡുകൾ 7 റോഡുകൾ 18 കോടി രൂപ മുടക്കിൻ്റെ ഉദ്ഘാടനമാണ്. പണി പൂർത്തീകരിച്ചതാണ്. ആ റോഡുകളുടെ ഉദ്ഘാടനം നാളെ വൈകുന്നേരം 5 മണിക്ക് ശ്രീ മുഹമ്മദ് റിയാസ് ഓൺലൈനായി തന്നെ നിർവഹിക്കുക. ഇന്നലത്തെ കാര്യം വേലൂരിലെ പറഞ്ഞല്ലോ. വേറെയും ഒരുപാട് വർക്കുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ പട്ടാമ്പി റോഡിൻ്റെ പണി ആരംഭിക്കാൻ പോവുകയാണ് നമ്മൾ. അതിൻ്റെ ടെൻഡർ നടപടിയായി ടെൻഡർ കോട്ട് ചെയ്തിട്ടുണ്ട് 2 പേര്.
ആധുനിക നിലവാരത്തിൽ നവീകരിച്ച റോഡുകൾ ഇന്നിന്റെ ആവശ്യകതയാണ്. റോഡുകളുടെ നവീകരണം പൂർത്തീകരിച്ചതോടെ വാഹന ഗതാഗതം സുഗമമാക്കാനും ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാനും സാധിക്കുമെന്നത് തീർച്ചയാണ്. ഇനിയും ഒട്ടേറെ വികസനങ്ങൾക്ക് വേദിയൊരുക്കാൻ ബന്ധപ്പെട്ടവർക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വാരത്തെ ആഴ്ചവട്ടം ഇവിടെ പൂർത്തിയാകുന്നു. നന്ദി, നമസ്കാരം.